അബുദാബി ബനിയാസ് ഏരിയയിൽ ഇന്റർസെപ്ഷനെ തുടർന്ന് ബാലിസ്റ്റിക് മിസൈലിന്റെ അവശിഷ്ടം പതിച്ച് ഒരാൾ കൊല്ലപ്പെട്ടതായി ഔദ്യോഗിക സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. ഇന്ന് 2026 മാർച്ച് 17 തീയതി ചൊവ്വാഴ്ച. ഒരു പാകിസ്ഥാൻ പൗരനാണ് സംഭവത്തിൽ ജീവൻ നഷ്ടമായത്. പശ്ചിമേഷ്യൻ സംഘർഷം 18 ദിവസത്തിലേക്ക് കടക്കുമ്പോൾ UAEയിൽ ഇതുമായി ബന്ധപ്പെട്ട മരണസംഖ്യ 8 ഇന്നലെ അബുദാബി അൽബാഹിയ ഏരിയയിൽ ഒരു പലസ്തീൻ പൗരനും കൊല്ലപ്പെട്ടിരുന്നു. ഫുജൈറയിൽ പെട്രോളിയം ഇൻഡസ്ട്രീസ് ഏരിയയിൽ ഇന്ന് പുലർച്ചെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ തീപിടുത്തമുണ്ടായതായി ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടുണ്ട്. ഈ സംഭവത്തിൽ ആർക്കും പരിക്കുകളില്ല എന്നുള്ളൊരു ആശ്വാസ വാർത്ത കൂടി അവിടെ നിന്നും അറിയാൻ കഴിയുന്നു. UAEയിൽ ഉടനീളമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എന്ന് പറയുമ്പോൾ കിൻഡർ ഗാർഡൻ, നഴ്സറി ക്ലാസ്സുകൾ തൊട്ട് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വരെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്പ്രിംഗ് ബ്രേക്കിന് ശേഷം, അതായത് മാർച്ച് 22 ശേഷം 2 ആഴ്ച കൂടി ഓൺലൈൻ വിദ്യാഭ്യാസം എന്നുള്ളൊരു രീതി തുടരണമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെയും ജീവനക്കാരുടെയും ഒക്കെ സുരക്ഷ മുൻനിർത്തിക്കൊണ്ടാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നിയമം വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, അധ്യാപകർക്കും ഓഫീസ് അഡ്മിൻ അടക്കമുള്ള എല്ലാ ജീവനക്കാർക്കും ബാധകമായിരിക്കുമെന്നും ഈ അറിയിപ്പിൽ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫെഡറൽ ജീവനക്കാർക്ക് റിമോട്ട് വർക്കിംഗ് ഓപ്ഷൻ നൽകുന്നു. അപ്പോൾ വീടുകളിൽ ചെറിയ കുട്ടികളോ അല്ലെങ്കിൽ മുതിർന്ന ആളുകളെ പരിചരിക്കേണ്ട സാഹചര്യമൊക്കെ ഉള്ള ആളുകൾക്ക് പ്രയോറിറ്റി നൽകിക്കൊണ്ട് അവർക്ക് റിമോട്ട് വർക്കിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ എടുക്കാവുന്നതാണെന്നും ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നുണ്ട്. സ്വർണ്ണവിലയിലുള്ള ഫ്ലക്ച്വേഷൻസ് തുടരുകയാണ്. കഴിഞ്ഞ ദിവസത്തേതിൽ നിന്ന് സ്വർണ്ണവിലയിൽ നേരിയ ഒരു വർധനവാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. UAEയിലെ ഇന്ന് രാവിലെ രേഖപ്പെടുത്തിയിരിക്കുന്ന സ്വർണ്ണവില 22 ക്യാരറ്റ് ഗോൾഡ് 1 ഗ്രാമിന് 554 ദർഹം 91 ഫിൽസ് ആണ്. 24 ക്യാരറ്റ് ഗോൾഡിന് 605 ദർഹം 36 ഫിൽസ്. ഇന്ത്യൻ രൂപയുടെ മൂല്യം നോക്കുകയാണെങ്കിൽ ഒരു ദർഹത്തിന് 25 രൂപ 8 പൈസ. ദുബായ് വാർത്ത തികച്ചും ലോക്കൽ. 2026 മാർച്ച് 17 ചൊവ്വാഴ്ച.